ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ടൈം ആൻഡ് വർക്ക്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ടൈം ആൻഡ് വർക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയട്ടെ. ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരാൾ, ഓക്കെ, എ എന്ന് പറഞ്ഞ ആൾക്ക് എ ഡേയ്സ്, സ്മോൾ letter A days to complete a work. അങ്ങനെയാണെന്ന് വിചാരിക്കേ. ഓക്കെ ആണല്ലോ. 8 days എടുക്കും ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട്. അതിൽ നിന്ന് നമുക്ക് എന്താണ് പറയാൻ പറ്റുക? അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും? ഒരു ഡേ കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ആക്കാം? എ എന്ന് പറഞ്ഞ ആൾക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ 8 days വേണം. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്കിൻ്റെ 1/a ആയിരിക്കും. അതായത് വർക്കിന് ഞാൻ W എന്നാണ് ഡിനോട്ട് ചെയ്യണമെങ്കിൽ W/A 1/a ഓഫ് W ചെയ്തിട്ടുണ്ടാവും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനിതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമുക്കിത് പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യം വരും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എ എന്ന് പറഞ്ഞ ആൾക്ക് 20 days കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കും. 20 days to complete a work. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ആക്കും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ W/20 വർക്ക് കംപ്ലീറ്റ് ആക്കും. ഇത്രയും വർക്ക് കംപ്ലീറ്റ് ആക്കും. വർക്കിന് ഞാൻ W എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ തന്നെ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം കൊണ്ട് 20 ദിവസം കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് W/20 വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ കരുതിയാൽ മതി. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. അമൃത ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 20 days. നരേന്ദ്ര ഈസ് 25% മോർ എഫിഷ്യൻറ്റ് ദാൻ അമൃത. The number of days taken by Narendra to do the same piece of work is. ഇവിടെ ആദ്യത്തെ സെൻറ്റൻസിൻ്റെ അർത്ഥം മനസ്സിലായോ? അമൃത ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 20 days. അമൃതയുടെ കാര്യമാണ് കേട്ടോ. അമൃത 20 ദിവസം കൊണ്ട് W. ഇത് എങ്ങനെ എഴുതിയാൽ മതി? 20 days W എന്ന് പറഞ്ഞാൽ വർക്കാണ്. കേട്ടല്ലോ, W എന്ന് പറഞ്ഞാൽ വർക്കാണ്. 20 ദിവസം കൊണ്ട് W ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമൃത ഒരു ദിവസം കൊണ്ട് എത്ര ചെയ്യും? രണ്ട് സൈഡിൽ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ W/20 ചെയ്തിട്ടുണ്ടാവും, വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ അമൃത. ഇനി നരേന്ദ്രയുടെ കാര്യം നമുക്ക് നോക്കാം. നരേന്ദ്ര ഒരു ദിവസം കൊണ്ട് എത്ര വർക്ക് ചെയ്തിട്ടുണ്ടാവും? ഇവിടെ നരേന്ദ്ര 25% മോർ എഫിഷ്യൻറ്റ് ദാൻ അമൃത. അമൃതനേക്കാളും 25% സ്പീഡ് കൂടുതലാണ്. അപ്പോൾ അമൃത ചെയ്യുന്ന വർക്കിനേക്കാളും 25% കൂടുതൽ വർക്ക് നരേന്ദ്ര ചെയ്തിട്ടുണ്ടാവും. അതല്ല അതിൻ്റെ അർത്ഥം. അമൃതനേക്കാളും 25% കൂടുതൽ എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അമൃത ഒരു ദിവസം ചെയ്യുന്ന വർക്കിനേക്കാളും 25% കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ടല്ലോ. W/20 25% അല്ലേ? 25% മോർ ദാൻ 25% മോർ ദാൻ W/20 അല്ലേ? 25% മോർ ദാൻ W/20 എന്ന് പറഞ്ഞാൽ എന്ത് വരും? നമ്മളത് ചെയ്തിട്ടുണ്ടല്ലോ. W/20 ഇൻറ്റു 1 + 25/100 അങ്ങനെയാണ് ചെയ്യുക. W/20 ഇൻറ്റു 1 + 25/100. അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ ഇവിടെ എഴുതട്ടെ. ചെയ്തു വരുമ്പോൾ W/20 ഇൻറ്റു, ഇത് കാൽക്കുലേഷൻ പറയണില്ല, ഇത് 1 + 1/4 വരും, 5/4 വരും. കാൽക്കുലേഷൻ പറയുന്നില്ല. W/16 കിട്ടും. അപ്പോൾ നരേന്ദ്ര ഒരു ദിവസം കൊണ്ട് W/16 വർക്ക് ചെയ്യും. രണ്ട് സൈഡിലും 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. രണ്ട് സൈഡിൽ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 16 days കൊണ്ട് റൈറ്റ് സൈഡിലും 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. W വർക്ക് ചെയ്യും. അപ്പോൾ നരേന്ദ്ര W വർക്ക് ചെയ്യാൻ 16 days വേണം. അപ്പോൾ 16 days കൊണ്ട്
നരേന്ദ്ര വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ. ഈ ക്വസ്റ്റ്യൻ നോക്കാം. പി ആൻഡ് ക്യൂ ഡു എ വർക്ക് ഇൻ 18 days ആൻഡ് 24 days റെസ്പെക്റ്റീവ്ലി. They worked together for 8 days and then P left. The remaining work was finished by Q in how many days? ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാമോ? പിക്ക് 18 ദിവസം എടുക്കും ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ. ശരിയല്ലേ? പിയുടെ കാര്യം എന്താണ്? 18 days. 18 days ഫോർ ഡബ്ല്യു. ഇതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. 18 days കൊണ്ട് ഡബ്ല്യു വർക്ക് ചെയ്യും. വർക്കിന് ഞാൻ ഡബ്ല്യു എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ പിയുടെ കേസിൽ ഒരു ദിവസം കൊണ്ട് W/18 വർക്ക് ചെയ്തിട്ടുണ്ടാവും പി. ഇനി ക്യൂവിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ക്യൂ 24 days ആണ്. 24 days കൊണ്ട് ഡബ്ല്യു ചെയ്യുന്നുണ്ട് ക്യൂ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് എത്ര വർക്ക് ചെയ്യും? W/24 വർക്ക് ചെയ്യും. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് they worked together for 8 days. 8 ദിവസം അവർ ഒന്നിച്ച് വർക്ക് ചെയ്തു. അപ്പോൾ പി ആൻഡ് ക്യൂ ടുഗദർ, രണ്ടുപേരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് എത്ര വർക്ക് ചെയ്ത് തീരും? പി ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് W/18 വർക്ക് ചെയ്യും. ക്യൂ ഒരു ദിവസം കൊണ്ട് W/24 വർക്ക് ചെയ്യും. രണ്ടുപേരും കൂടി ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് W/18 പ്ലസ് W/24 വർക്ക് തീരും. ശരിയല്ലേ? അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇത്രയും വർക്ക് തീരും. ഓക്കെയാണ്. ഇനി നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിതൊന്ന് ഒരു ദിവസം കൊണ്ട് കേട്ടോ, പിയും ക്യൂവും അങ്ങനെ എത്ര ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്? അവർ ഒരുമിച്ച് പിയും ക്യൂവും കൂടി ഒരുമിച്ച് 8 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 8 ദിവസം അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർക്ക് നീങ്ങും? 8 times W/18 പ്ലസ് W/24 വരും. ഒരു ദിവസം കൊണ്ട് ഇത്രയും വർക്ക് തീരുമെങ്കിൽ 8 ദിവസം കൊണ്ട് ഇത്രയും വർക്ക് തീരും. ശരിയല്ല? നമുക്ക് വേണമെങ്കിൽ ഈ 8 ഉള്ളിലോട്ട് എടുക്കാം അല്ലേ? ഉള്ളിലോട്ട് വേണമെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ 8 × W/18 സിംപ്ലിഫിക്കേഷൻ ഞാനിപ്പോൾ പറയണില്ല. 8/18 ഒരു 2 വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ 4W/9. ശരിയാണോ? 4W/9. ഇവിടെ 8 ഉള്ളിലോട്ട് എടുക്കുമ്പോൾ W/3 വരും. 8ഉം 24ഉം വെട്ടിപ്പോയതാ. ശരിയല്ലേ? നമുക്കിത് അറിയാമല്ലോ. ആഡ് ചെയ്യാൻ LCM എടുത്തിട്ട് ആഡ് ചെയ്യൽ. 3യുടെയും 9ൻ്റെയും LCM 9 ആണ്. ഇവിടെ 9ഉം 9ഉം സെയിം ആണ്. 4W. 3യുടെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ 9 വരുള്ളൂ. അപ്പോൾ മുകളിൽ 3W. അപ്പോൾ 8 ദിവസം കൊണ്ട് 8 days, 8 ദിവസം കൊണ്ട് 7W/9 വർക്ക് ചെയ്യുന്നുണ്ട്. W ആണ് ഫുൾ വർക്ക്. അതിൻ്റെ 7/9W മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫുള്ളും തീരുന്നില്ല. റിമൈനിങ് വർക്ക്, ബാക്കിയുള്ള വർക്ക്. എന്നിട്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ദിവസം കഴിഞ്ഞിട്ട് പി പോയി. ക്യൂ മാത്രമാണ് ഇനി ചെയ്യാൻ പോകുന്നത് ബാക്കി വർക്ക്. 8 ദിവസം കൊണ്ട് ഫുള്ള് വർക്കും ചെയ്ത് തീർന്നില്ല. W അല്ല, 7W/9 ചെയ്തിട്ടുള്ളൂ. ബാക്കി എത്ര വർക്ക് പെൻഡിങ് ഉണ്ട്? റിമൈനിങ് വർക്ക്. W ആണ് ആകെ വർക്ക്. അതിൽ നിന്ന് 7W/9 ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിരിക്കുക. ഇത് ചെയ്യാൻ അറിയാമല്ലോ. 9W - 7W അറിയാമല്ലോ. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 9W - 7W 2W/9. 2W/9 വർക്ക് പെൻഡിങ് ഉണ്ട്. ഈ വർക്ക് മുഴുവനും ചെയ്യുന്നത് ഇനി ക്യൂ ആണ്. ശരിയല്ലേ? ക്യൂ ആണ് ഈ വർക്ക് മുഴുവനും ചെയ്യുന്നത്. ക്യൂവിൻ്റെ കാര്യം നോക്കിയേ. ഈ വർക്ക് മുഴുവനും ചെയ്യാനായിട്ട് ക്യൂവിന് എത്ര ദിവസം എടുക്കും അല്ലേ? ഇവിടെ ശ്രദ്ധിക്കണം. W/24 അല്ലെങ്കിൽ W വർക്ക് ചെയ്യാൻ 24 ദിവസം വേണമെന്നല്ലേ പറയുന്നത് ക്യൂവിന്? ഇവിടെ എഴുതിക്കോട്ടെ രണ്ടാമത് അല്ലേ? ക്യൂവിൻ്റെ കാര്യം ഇനി ക്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. W വർക്ക് ചെയ്യണമെങ്കിൽ എത്ര ദിവസം വേണം? 24 days വേണം ക്യൂവിന്. ഇവിടെ നമുക്ക് 2/9W ആണ് ബാക്കി ചെയ്യാനുള്ളത്. അപ്പോൾ 2/9W ചെയ്യണമെങ്കിൽ രണ്ട് സൈഡിലും 2/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ?
രണ്ട് സൈഡിലും 2/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 2/9 ഇൻറ്റു 24. ലെഫ്റ്റ് സൈഡിൽ 2/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റൈറ്റ് സൈഡിലും 2/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ശരിയല്ലേ? അപ്പോൾ ഇത് 2 ഇൻറ്റു 24, മുകളിലും താഴെയും വേണമെങ്കിൽ ഒരു 3 വെട്ടിക്കളയാം. 24 3 വെട്ടിക്കളഞ്ഞു, ഇവിടെയും 3 വെട്ടിക്കളഞ്ഞു, 16/3 കിട്ടും. 16/3 ഡേയ്സ് കിട്ടും. ഡേയ്സ് ചെയ്തു വരുമ്പോൾ 16/3 ചെയ്ത് നോക്കിയേ. 5 15 1 അറിയാമല്ലോ. 5 + 1/3, 5 കൂടാതെ ഒരു 1/3 ഡേയ്സും കൂടി വേണ്ടി വരും. അപ്പോൾ സി ആണ് ഇതിൻ്റെ ആൻസർ.